നേതാക്കൾ അടക്കം പ്രവർത്തകരടക്കം ഒരു വലിയ കൂട്ടം മുസ്ലിം ലീഗിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇന്ന് കൂടെ വന്നിരിക്കുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് അവർ കൊല്ലത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരായി മാറാൻ പോവുകയാണ്. എൻ്റെ കൂടെ അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്. സുധാകരൻ പള്ളത്ത് JSS കൊല്ലം ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചതാണ്. കുളക്കട രാജേന്ദ്രൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ജേക്കബ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ബാക്കി അവരുടെ നേതാക്കളും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്. ബാക്കി വിശദ വിവരങ്ങൾ സുധാകരൻ ബാക്കി കാര്യങ്ങൾ. ഈ ഡേയ്സിൽ എന്നോടൊപ്പം ഇരിക്കുന്നത് ആരാധ്യനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ ആണ്. സുൽഫിക്കർ സലാം പൊതുമേ രംഗത്ത് വളരെ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF സംവിധാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രസിഡന്റുമായിട്ട് സംസാരിച്ച് ബഹുമാന്യനായ കേരളം കണ്ട ഇന്ത്യ കണ്ട ആരാധ്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശംസകളോടുകൂടിയാണ് ജനാധിപത്യ സംരക്ഷണ സമിതി, KR ഗൗരിയമ്മയുടെ പാർട്ടി, സാമൂഹിക നീതിയുടെ തത്വശാസ്ത്രം, സ്ത്രീ പുരുഷ സമത്വം ഇതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ തന്നെ മതാതീത രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണായ കേരളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഐതിഹാസിക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ ജാതിയോ മതമോ അതിനെല്ലാം ഉപരി മാനവികതയെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നവോസ് സദസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ ലീഗിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി കടന്നു വരാൻ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പത്രസമ്മേളനം പോലും ഒരു ചരിത്രത്തിൻ്റെ ആഖ്യാനമായി മാറണം. കാരണം ഒരു ജാതിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയത്തിലല്ല, സാമൂഹ്യ രംഗത്തല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ കേരളത്തിലെ ഈ ചാരിറ്റബിൾ രംഗത്തും വളരെ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ട് എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു തത്വശാസ്ത്രം, പുതിയൊരു രാഷ്ട്രീയ നീതിയുടെ തത്വശാസ്ത്രം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. തീർച്ചയായും ആ തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമാവാൻ ഇവിടെ ഞങ്ങൾ ആരും തന്നെ മതങ്ങളെ ഒന്നും ചിന്തിക്കാതെ മതപരമായി യാതൊരുമായ ബന്ധങ്ങൾക്ക് ഉപരി രാഷ്ട്രീയവും സാമൂഹ്യ നന്മയും എല്ലാത്തിനുപരി മനുഷ്യനെ മനുഷ്യനായി കിടന്ന മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ആ മാനവികതയുടെ തത്വശാസ്ത്രത്തെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിഫലനമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ JSSന്റെ നേതാക്കളും. JSSന് കൊല്ലം ജില്ലയിൽ 35 അംഗ കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റിയിലെ 28 പേരും ഇന്ന് 29ാമത്തെ ആളും ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. 29 പേരും ജില്ലാ കമ്മിറ്റിയിലുള്ള സാധാരണ പ്രവർത്തകരും നേതാക്കളോടൊപ്പം ഈ പാർട്ടി ഒന്നടങ്കം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചേരുകയാണ്. ഞങ്ങൾ ചേർന്നതിന് ശേഷം പത്തനംതിട്ട, തൃശ്ശൂർ, എറണാകുളം അതുപോലെ തന്നെ തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലെ മറ്റ് കുറച്ച് നേതാക്കന്മാരും ഞങ്ങളോടൊപ്പം അത് പിന്തുടരുവാൻ സന്നദ്ധ എന്നെ അറിയിച്ചിരിക്കുകയാണ്. ഈ ജില്ലാ നേതൃത്വത്തിന് അനുഭവത്തോടു കൂടി അവിടുത്തെ ജില്ലാ നേതൃത്വത്തോട് സംസാരിച്ച് അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് 1994 KR ഗൗരിയമ്മ രൂപം കൊടുത്ത പാർട്ടി ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ പ്രതിഫലനമായിരുന്നു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനസേവനമാണെന്നും അത് സുദീർഘമായി നിർവഹിക്കുമ്പോൾ മറ്റെല്ലാ സമ്പത്തിനോ അതുപോലെ തന്നെ സ്റ്റാറ്റസിനോ വേണ്ടി ആയിരിക്കരുത്, പാവപ്പെട്ടവനെ ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരമായിരിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് ആ സംസ്കാരം കേരളത്തിൽ സൂക്ഷിക്കുന്ന അപൂർവം രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കാര്യം ഇന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുവാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ യാതൊരുവിധമായ ഡിമാൻഡുകളുടെ ഭാഗമായിട്ടല്ല ഈ പ്രസ്ഥാനത്തോട് വന്നിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിൽ ഇഴകിച്ചേർന്ന് നിൽക്കുവാൻ കൊല്ലത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലായാലും കൊല്ലത്തിൻ്റെ വ്യവസായ മേഖലയിലായാലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന ബഹുമാന്യനായ ആ യൂനുസ് സാഹിബിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം ഞങ്ങളെല്ലാവരും ഈ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കുകയാണ്. കാരണം
ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിൻ്റെ മകൻ പ്രസിഡന്റായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നു.